ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് മണാലി വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ആട്ടോ. അത് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. അടിപൊളിയായിരുന്നു. കാരണം ഇന്നലെ നൈറ്റ് പുറത്ത് പോയി സൈറ്റ് സീയിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇത് വിഷ്വലായിട്ട് ഇത്രയും അടിപൊളി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇരുട്ടായതുകൊണ്ട്. അപ്പോൾ രാവിലെ അത് കുറച്ച് നേരം നോക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷ് ആവാൻ വേണ്ടി പോയി. ഫ്രഷ് ആവാൻ പോയപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്, ഞങ്ങളുടെ റൂമിൽ ഹീറ്റർ വർക്ക് ആവുന്നില്ല. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ഹോട്ടലായിരുന്നു, നല്ല വൈബായിരുന്നു. പക്ഷേ എന്തോ ഇടയ്ക്കത് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കെറ്റിലിൽ വെള്ളമൊക്കെ ചൂടാക്കി എന്നിങ്ങനെയൊക്കെ ഫ്രഷ് ആയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി ഇറങ്ങി. അതിന് ഞങ്ങളുടെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ സോലങ് വാലി കവർ ചെയ്യണം, ഇടിമ്പ ടെമ്പിൾ കവർ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം ഉണ്ടാകുന്നത് എൻ്റെ. പക്ഷേ എനിക്കൊരു കോസ്റ്റ്യൂമിൽ ഒരു പിക്ക് പോലും എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതിനെ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആക്കി. കാരണം ഞങ്ങൾ സ്നോയിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടായിരിക്കാനും നനയുന്ന ഇഷ്യൂ വരാനും സ്നോയിൽ കളിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൂട്ട്, ഈ കാണുന്ന സൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 200-250 റേഞ്ചിൽ ഷൂവും ഈ ഒരു സൂട്ടായിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതിട്ടു ഓക്കെ കുഴപ്പമില്ല, അവിടെ പോയിട്ട് അഴിച്ചിട്ട് നമുക്ക് 2 പിക്ക് എടുക്കാം എന്നൊക്കെ വിചാരിച്ചെങ്കിലും അതൊന്നും പ്രാക്ടിക്കൽ ആവുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഇരുന്നു. വൈകുന്നേരം ഒരു 6:30 ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ലേറ്റായി ആക്ച്വലി ഈ ഡ്രസ്സ് അഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എങ്ങനെയും ഒരു പിക്ക് എടുക്കാമായിരുന്നു. അപ്പോൾ ഇത് അഴിക്കുമ്പോഴത്തേന് ഞങ്ങളുടെ വണ്ടി കേടുവന്നു. അങ്ങനെയൊക്കെ ആയി ഞങ്ങൾ കുറച്ച് ലേറ്റായി. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ നല്ല രീതിക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ നേരം സ്നോയിൽ കളിച്ചു, റീലെടുത്തു, ഫോട്ടോസ് എടുത്തു. കുറേ മാക്സിമം നമ്മുടെ ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ ഫസ്റ്റ് സ്നോ കാണുമ്പോഴൊരിത്, അപ്പോൾ അത് മാക്സിമം അവിടെ തീർത്തു. പക്ഷേ എനിക്കറിയില്ലാന്ന് ഞാൻ പിറ്റേ ദിവസം ബെഡിൽ പോലും എണീക്കാൻ പറ്റാണ്ട് കിടക്കും എന്നുള്ളത്. എന്നാലും കുഴപ്പമില്ല, ആ ഒരു ടൈം ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഹിഡിംബ ടെമ്പിളിലേക്കാണ് പോകേണ്ടിയിരുന്നത്. അപ്പോൾ ഹിഡിംബ ടെമ്പിളിലേക്ക് പോകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം എന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഹിഡിംബ ടെമ്പിളിലേക്ക് പോകണമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അതിന് മുമ്പ് ഒരു ഹോട്ടലിൽ കയറി. ഫസ്റ്റ് ഹോട്ടലിൽ തപ്പി നടന്നു കുറേ. മദ്രാസ് ഹോട്ടൽ കണ്ടപ്പോൾ ഞങ്ങൾ അതിലേക്ക് കയറി. അതിൽ കയറിയിട്ട് ഇഡലി ഓർഡർ ചെയ്തു. ഇഡലി ചെയ്തിട്ട് ഇഡലിൻ്റെ പ്രൈസ് കേട്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇഡലിക്ക് 99 രൂപ. അയ്യോ, അപ്പോൾ ഞാൻ നാട്ടിലെ ഇഡലിയൊക്കെ മിസ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് ഇഡലിയും വടയൊക്കെ ആയിട്ട് കുറച്ച് അതൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഹിഡിംബ ടെമ്പിളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഹിഡിംബ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റിലാണുള്ളത്. അപ്പോൾ കുറേ കറന്ന് കയറി ടയേർഡായി, വെള്ളം കുടിക്കാതാവുക. പക്ഷെ നല്ല തണുപ്പൊക്കെ കൂടി വരികയായിരുന്നു. നല്ല വഴുക്കലും ഉണ്ടായിരുന്നു. അപ്പോൾ കെയർഫുള്ളായി നടക്കണം. ഞങ്ങളങ്ങനെ മേലെ എത്തി. പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല. ദെൻ വന്ന് ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ട് ഞങ്ങൾ റൂമിലെത്തി. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അങ്ങനെ ഫ്രഷായിട്ട് കിടന്നു. പിന്നെ പുറത്ത് വന്ന് നോക്കുമ്പോൾ ഒരൊറ്റ മനുഷ്യനില്ല. എല്ലാവരും സൈഡായിരുന്നു. ഭയങ്കര ടയേർഡായിരുന്നു.